അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ വർഷം ഇനി ഇന്ത്യ കളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് ഏഷ്യ കപ്പാണ്. T20 ഫോർമാറ്റിലുള്ള ഈ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബറിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അടുത്തിടെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ടൂർണമെന്റിൽ ഇന്ത്യ കളിക്കുമോ എന്ന കാര്യവും ഉറപ്പായിട്ടില്ല. നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവും ഇത്തവണ ഇറങ്ങുക. സൂര്യകുമാർ യാദവിന് കീഴിൽ ടീമിന്റെ ആദ്യത്തെ പ്രധാന ടൂർണമെന്റ് കൂടിയാണിത്. ഇത്തവണത്തെ IPL പ്രകടനം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക എന്നത് ഉറപ്പാണ്. വിവിധ ഫ്രാഞ്ചൈസികൾക്കായി IPL കസറിയ വരെ മാത്രം ഉൾപ്പെടുത്തി ഇന്ത്യൻ 11 തിരഞ്ഞെടുത്താൽ ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് 3 എടുത്താൽ ഓപ്പണിംഗ് ജോഡികൾ യുവ സൂപ്പർ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമായിരിക്കും. കാരണം IPL രണ്ടുപേരുടെയും പ്രകടനം ഗംഭീരമായിരുന്നു. അതിനാൽ ഓപ്പണിംഗിൽ ഇവരെക്കാൾ മികച്ചൊരു സഖ്യത്തെ ഇന്ത്യക്ക് ലഭിക്കുകയില്ല. അവസാനമായി ഇന്ത്യ കളിച്ച 3 T20 പരമ്പരകളിലും ടീമിന്റെ ഓപ്പണിംഗ് ജോഡികൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു. പക്ഷേ IPL രണ്ടുപേർക്കും ബാറ്റിംഗിൽ കാര്യമായി തിളങ്ങാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയിങ് 11-ൽ ഇവർ സ്ഥാനവും അർഹിക്കുന്നില്ല. എന്നാൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനെ സ്ക്വാഡിന്റെ ഭാഗമാക്കാം. IPL ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ ഗിൽ 14 മത്സരങ്ങളിൽ നിന്നും ഇതിനകം 649 റൺസ് അടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 6 ഫിഫ്റ്റികൾ അടക്കമാണിത്. ജയ്സ്വാൾ ആവട്ടെ രാജസ്ഥാൻ റോയൽസിനായി 14 കളിയിൽ നിന്നും 6 ഫിഫ്റ്റികളോടെ 559 റൺസും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കായി 3-ാം നമ്പറിൽ കളിക്കേണ്ടത് മറ്റൊരു യുവതാരം സായി സുദർശനാണ്. IPL ഇപ്പോൾ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശിയാണ് അദ്ദേഹം. GTക്കായി 13 കളിയിൽ നിന്നും 5 സെഞ്ചുറിയും ഒരു 50യും അടക്കം സായി വാരിക്കൂട്ടിയത് 679 റൺസാണ്. സായി സുദർശന് ശേഷം ഏഷ്യ കപ്പിൽ ഇന്ത്യക്കായി 3-ാം നമ്പറിൽ കളിക്കേണ്ടത് ക്യാപ്റ്റനും ബാറ്ററുമായ സൂര്യകുമാർ യാദവാണ്. കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ഈ IPL മുംബൈ ഇന്ത്യൻസിനായി അദ്ദേഹം കാഴ്ചവെക്കുന്നത്. 14 മത്സരങ്ങളിൽ നിന്നും 640 റൺസ് ഇതിനകം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡും ഇതോടെ സൂര്യ പഴങ്കഥയാക്കിയിട്ടുണ്ട്. സൂര്യ കഴിഞ്ഞാൽ 5-ാമൻ സ്റ്റാർ ബാറ്റർ KL രാഹുലാണ്. ടീമിന്റെ വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയാണ്. ഡൽഹി ക്യാപ്റ്റൻസിനായി 13 മത്സരങ്ങളിൽ നിന്നും രാഹുൽ നേടിയത് 539 റൺസാണ്. അദ്ദേഹം കഴിഞ്ഞാൽ 6-ാമൻ സൂപ്പർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ്. മുംബൈ ഇന്ത്യൻസിനായി 187 റൺസും 13 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹാർദിക്കിന് ശേഷം മറ്റൊരു ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ കളിക്കാനിറങ്ങും. ഡൽഹി ക്യാപിറ്റൽസ് നായകനായ അദ്ദേഹം 263 റൺസും 5 വിക്കറ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയാണ് ഉള്ളത്. KKRനായി 17 വിക്കറ്റുകൾ അദ്ദേഹം പിഴുതിയിരുന്നു. പ്രസിദ്ധ് കൃഷ്ണ, അർഷദീപ് സിംഗ്, ജസ്പ്രീത് സിംഗ് എന്നിവരാണ് ടീമിലെ മറ്റു 3 പേസർമാർ. ഗുജറാത്ത് ടൈറ്റൻസിനായി 14 കളിയിൽ 24 വിക്കറ്റുകളാണ് പ്രസിദ്ധ് പോക്കറ്റിലാക്കിയത്. പഞ്ചാബ് കിങ്സിന് വേണ്ടി അർഷദീപ് 18ഉം മുംബൈ ഇന്ത്യൻസിനായി ബുംറ 17 വിക്കറ്റുകൾ എടുത്തിരുന്നു.